വാ തോളോട് തോൾ ചേർന്ന് പോരാടിടാം, തീയായിടാം, അതിർത്തികൾ തകർത്തിടാൻ വാ വീണാൽ എരി നക്ഷത്രമായി വീണിടാം, മടങ്ങിയാൽ കാട്ടു തീയായി അടങ്ങിടാം, മടക്കി വെച്ച പുസ്തകത്തിലെ മൂർച്ചയുള്ള വാക്കെടുത്തു തോക്കുകൾ അരിഞ്ഞിടാൻ വാ. നമ്മളെ ചരിത്രം അറിയാത്ത ആൾക്കാരാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള അനേകം സമരങ്ങളും അനേകം അടിച്ചമർത്തലുകളും കണ്ട് അവരെയൊക്കെ ഇവിടെ നിന്ന് അടിച്ചോടിച്ച ഒരു പാരമ്പര്യമുള്ള ഒരു തലമുറയായിരുന്നു മുന്നേ നമുക്ക് കടന്നുപോയിക്കൊണ്ടിരുന്നത്. സകലതുമോർത്തു വെക്കപ്പെടും, സകലതിനെ കുറിച്ചുമോർത്തു വെക്കപ്പെടും, സകലതുമോർത്തു വെക്കപ്പെടും, സകലതിനെ കുറിച്ചും ഓർത്തു വെക്കപ്പെടും, സകലതുമോർത്തു വെക്കപ്പെടും, സകലതിനെ കുറിച്ചും ഓർത്തു വെക്കപ്പെടും. തിരക്കുള്ള വേടൻ ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ചേരുന്നുണ്ടെങ്കിൽ അത് അവകാശമാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങൾ ഇവിടെ വന്നുകൂടിയ എല്ലാവർക്കും നന്ദിയുണ്ട്. നന്ദി പറയേണ്ടത് നമ്മളല്ല, നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം മനസ്സിൽ നന്ദി പറയുകയാണ് വേണ്ടത്. ഇനി നമുക്ക് മനോഹരമായ വേടൻ എന്നും പറയാറുണ്ട്, വേടന്റെ കാര്യങ്ങൾ പറയുന്നത് പാട്ടിലൂടെയാണ്. നമ്മളിവിടെ നിൽക്കുന്നതും വേടന്റെ ഒരു ഗാനത്തിന് വേണ്ടിയാണ്. വേടനെ ആ ഗാനം പാടുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. ഒന്നുമില്ല, നമുക്ക് നമ്മുടെ ഷോ ഒന്നുമില്ല, നമ്മൾ പ്രതിഷേധത്തിന് വേണ്ടി വന്നേക്കാണ്. വെറുതെ പാട്ട് തന്നെ പാടാം നമുക്ക്. ഓക്കെ, വാ തോളോട് തോൾ ചേർന്ന് പോരാടിടാം, തീയായിടാം, അതിർത്തികൾ തകർത്തിടാൻ വാ വീണാൽ എരി നക്ഷത്രമായി വീണിടാം, മടങ്ങിയാൽ കാട്ടു തീയായി അടങ്ങിടാം, മടക്കി വെച്ച പുസ്തകത്തിലെ മൂർച്ചയുള്ള വാക്കെടുത്തു തോക്കുകൾ അരിഞ്ഞിടാൻ വാ. തണൽ കൊതിച്ചവർക്ക് ഒറ്റമര കാടാകാം, വരണ്ട് ചത്ത മണ്ണിൽ ഒറ്റത്തുള്ളി മഴയാകാം, ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങു വെട്ടമാകാം, നിശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാം നീ വാ. അഴികളിൽ വാക്കുകൾ അടങ്ങുകില്ല, ഒടുങ്ങുകില്ല, ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകില്ല, തല നരച്ച പോതിലും മനമതിലൊരു നരയതില്ല, മെയ് തളർന്ന പോതിലും പൊയ് വളർന്ന കഥയതില്ല വാ. എവിടെ മർദ്ദനങ്ങൾ അവിടെ ഉയരണം കരങ്ങൾ, എവിടെ വർഗവാദം അവിടെ ഉയരണം സ്വരങ്ങൾ, എവിടെ മനിതൻ അടിമ അവിടെ വിപ്ലവങ്ങളാകണം, എവിടെ ചങ്ങലകൾ അവിടെ കൂടങ്ങളായി വാ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ അലോഷി അഡംസ്, ഒരു പാവപ്പെട്ട പാട്ടുകാരനാണ്. നിങ്ങളെ എല്ലാവരും കാണാൻ പറ്റിയതിന് വളരെ വളരെ സന്തോഷം. കണ്ടിന്യൂ. ഓക്കെ. ഞാൻ സംസാരിക്കുന്ന എനിക്ക് തോന്നുന്നു അലോഷി ആദ്യം ഒരു പാട്ട് പാടിക്കോട്ടെ അല്ലേ? എന്താണ് സബിയാദ്രക്ക ജായക അല്ലേ? സകലതുമോർത്തു വെക്കപ്പെടും, സകലതിനെ കുറിച്ചുമോർത്തു വെക്കപ്പെടും, സകലതുമോർത്തു വെക്കപ്പെടും, സകലതിനെ കുറിച്ചും ഓർത്തു വെക്കപ്പെടും. നിങ്ങളുടെ തോക്കുകൾ കൊണ്ട്, നിങ്ങളുടെ ലാത്തികൾ കൊണ്ട് നിങ്ങൾ കൊന്നൊടുക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത്, നിങ്ങളുടെ തോക്കുകൾ കൊണ്ട്, നിങ്ങളുടെ ലാത്തികൾ കൊണ്ട് നിങ്ങൾ കൊന്നൊടുക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത്, ഈ ഹൃദയം പുകഞ്ഞു തന്നെ ഇരിക്കപ്പെടും, സകലതുമോർത്തു വെക്കപ്പെടും, സകലതിനെ കുറിച്ചും ഓർത്തു വെക്കപ്പെടും. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിന് ആദ്യം തന്നെ നന്ദി. ഒരു കെട്ട കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സമരം വരുന്നത്. ആ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യങ്ങളും ആദ്യം തന്നെ. അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നമ്മളെ ചരിത്രം അറിയാത്ത ആൾക്കാരാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള അനേകം സമരങ്ങളും അനേകം അടിച്ചമർത്തലുകളും കണ്ട് അവരെയൊക്കെ ഇവിടെ നിന്ന് അടിച്ചോടിച്ച ഒരു പാരമ്പര്യമുള്ള ഒരു തലമുറയായിരുന്നു മുന്നേ നമുക്ക് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ആ തലമുറയുടെ പിൻഗാമികളാണ് നമ്മൾ എന്ന് ഓർമ്മിപ്പിക്കേണ്ട ഒരു കാലമാണിത്. അതിൻ്റെ തുടക്കമാണ്. അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് വരെ ഈ ഒരു സമരം തുടരണം എന്നുള്ളത് തന്നെയാണ്
ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരത്തെ അടക്കം ഒറ്റുകൊടുത്ത ഒരു തലമുറയല്ല. അതിനെ കൂടെ നിന്ന് അതിന് വേണ്ടി പോരാടി സ്വാതന്ത്ര്യം നേടിയ ആൾക്കാരുടെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാനും നിങ്ങളെ കൂടെ ഉണ്ടാവും. എന്താ പറയുക, എൻ്റെ ഐക്യദാർഢ്യം ഞാൻ അറിയിക്കുന്നു. യുവാക്കളുടെ വലിയ സാഗരം, വലിയ ഊർജ്ജസ്വലത, വലിയ ആവേശം കാണുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷം പങ്കുവയ്ക്കാൻ കൂടിയാണ് നിങ്ങളോടൊപ്പം ഇവിടെ ഇപ്പോൾ ഇന്ന് ഞാൻ എത്തിയത്. ഞാൻ ഇവിടുത്തെ കൊച്ചി നഗരസഭയുടെ ഒരു കൗൺസിലറും ഒരു പൊതുപ്രവർത്തകയുമാണ്. എൻ്റെ പേര് അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്. നിങ്ങൾ പലരെയും എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. വേടൻ ഉൾപ്പെടെയുള്ളവരുടെ വലിയ ആവേശം നമ്മളെല്ലാം, പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും വലിയ ആവേശമാണ്. നമ്മൾ വലിയൊരു കോസിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ഇത് രാജ്യത്ത് ആദ്യമായിട്ടല്ല, രാജ്യത്ത് പലതവണ ചെറുപ്പക്കാരുടെ വലിയ കൂട്ടായ്മ പല ആവശ്യങ്ങൾക്ക്, പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ചെറുപ്പക്കാർ, ഏറ്റവും അധികം പെൺകുട്ടികൾ, ഏറ്റവും അധികം സ്ത്രീകൾ പങ്കെടുത്ത വലിയ സമരമായിരുന്നു. ലോകം തന്നെ, ലോക രാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഇപ്പോഴും ഏറ്റവും അത്ഭുതമായി നിൽക്കുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. ആ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ആളുകളാണ് ഇന്ന് ചെറുപ്പക്കാർക്കെതിരെ, വിദ്യാർത്ഥികൾക്കെതിരെ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാതെ നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ കക്ഷി രാഷ്ട്രീയമില്ല, നമ്മൾ ഒറ്റക്കെട്ടാണ്. ചെറുപ്പക്കാർക്ക് വേണ്ടി എല്ലാവരും ഒന്നിക്കുകയാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഒറ്റുകൊടുക്കുന്നവർക്കെതിരെ, അഴിമതി നടത്തുന്നവർക്കെതിരെ, നമ്മുടെ ഭാവി തുലാസിലാക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ, നമുക്കറിയാം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഏറ്റവും അധികം ചെറുപ്പക്കാരുള്ള, നമ്മുടെ പവർ എന്ന് പറയുന്നത് നമ്മുടെ യങ്സ്റ്റേഴ്സാണ്. നമ്മുടെ മറ്റ് രാഷ്ട്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ, മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഏറ്റവും അധികം ചെറുപ്പക്കാരുള്ള രാജ്യം നമ്മുടെ മാൻ പവറാണ്. ആ മാൻ പവറിനെ, ആ ചെറുപ്പക്കാരുടെ ശക്തിയെ, അവരുടെ വലിയ ടാലന്റുകളെ കാണാതെ അത് അഴിമതി നടത്തിക്കൊണ്ട് ഇല്ലാതാക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെയുള്ള ശക്തമായ സമരം രാജ്യമൊട്ടാകെ നടക്കാൻ പോവുകയാണ്. അതിനാരുടെയും പ്രേരണയില്ലാതെ ഇവിടെ ഒത്തുകൂടിയ മുഴുവൻ ചെറുപ്പക്കാർക്കും എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ശരിക്കും പറഞ്ഞാൽ 2014 ശേഷം ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് നേരെ നടക്കുന്ന എല്ലാതരം ആക്രമണങ്ങളും നമ്മൾ പലരും കണ്ടില്ലെന്ന് നടിക്കുകയും അതിനെതിരെ ശബ്ദമുയർത്താതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കർഷകർക്ക് നേരെ, മുസ്ലിമുകൾക്ക് നേരെ, ദളിത് മനുഷ്യർക്ക് നേരെ, ക്യൂർ മനുഷ്യർക്ക് നേരെ, പലവിധ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് നേരെ ഭരണകൂട ഭീകരത അരങ്ങേറിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മളെല്ലാവരും, അതിൽ യുവജനങ്ങൾ, ചെറിയവർ, വലിയവർ എന്നുള്ള യാതൊരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് സംഘപരിവാർ ഭരണകൂടത്തെ ചോദ്യം ചെയ്യാൻ തന്നെയാണ്. അതിന് നട്ടിലുള്ള മനുഷ്യർ ഇവിടെയുണ്ട്, നട്ടിലുള്ള ഗഡ്സുള്ള യുവതലമുറ ഇവിടെയുണ്ട്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൂടെയാണ് കോക്കോച്ച് പാർട്ടിയുടെ ഈ ഒരു പ്രൊട്ടസ്റ്റിന് ആരംഭം കുറിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പ്രായമെത്താത്ത, അഡൽട്ടായിട്ടുള്ള, മൈനറായിട്ടുള്ള പെൺകുട്ടികളടക്കം, ആൺകുട്ടികളടക്കം പോലീസ് ഭീകരതയുടെ, ലാത്തിയുടെ, വെർബൽ റേപ്പിൻ്റെ, ഫിസിക്കൽ റേപ്പിൻ്റെ ആക്രമണങ്ങൾക്ക് ഇരയാവുന്നുണ്ടായിരുന്നു. എന്തിനായിരുന്നു അവർ തെരുവ് ഉപയോഗിച്ചത്? സമരം ചെയ്യാനായി. മറ്റൊരു രാജ്യത്തുമില്ലാത്ത ബൃഹത്തായ ഭരണഘടനയുള്ള ഇന്ത്യ എന്ന മഹാരാജ്യത്ത് വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാണ്. ആ അവകാശം ഒരു ഭരണകൂടത്ത് ചോദിച്ചു വാങ്ങേണ്ടി വരുന്നത് ഗതികേട് തന്നെയാണ്. ആ ഗതികേടിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്, തിരുത്തേണ്ടതുണ്ട്. അത് തിരുത്താനായി ഇന്നത്തെ യുവതലമുറയ്ക്ക് കഴിയും. അതിന് നട്ടലും ഗട്സും അവയർനെസ്സും എല്ലാമുള്ള മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് പ്രായഭേദമന്യേ ഇതൊരു ജെൻസി പ്രൊട്ടസ്റ്റ് എന്നുള്ളതല്ല. ഇത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും സംഘപരിവാറിന് നേരെ,
BJP ഭരണകൂടത്തിന് നേരെ കൈ ഉയർത്തുകയാണ്, ചോദ്യം ചോദിക്കുകയാണ്, ശബ്ദമുയർത്തുകയാണ്. ഇന്ത്യയെ നമ്മൾ വീണ്ടെടുക്കണം, തിരിച്ചെടുക്കണം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയണം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ കഴിയണം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ കഴിയണം, ഇഷ്ടമുള്ള സിനിമ പിടിക്കാൻ കഴിയണം, ഇഷ്ടമുള്ള നാടകം ചെയ്യാൻ കഴിയണം, ഇഷ്ടമുള്ള പാട്ട് എഴുതാൻ കഴിയണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ഐക്യദാർഢ്യത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു. ഇതിന് ഒപ്പം നിന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കലാകാരന്മാർക്കും, കലാകാരർക്കും, കലാകാരികൾക്കും ഞാൻ എൻ്റെ അഭിവാദ്യം അർപ്പിക്കുന്നു. നന്ദി. താങ്ക് യു.